മനുഷ്യജീവിതത്തിന് സുപ്രധാനമായ വ്യക്തമായ 2 തലങ്ങളുണ്ട്. ഒന്ന് ഭൗതിക ജീവിതം, മറ്റൊന്ന് ആധ്യാത്മിക ജീവിതം. ഒന്ന് പുറം ലോകത്തുള്ള നമ്മുടെ ജീവിതം, മറ്റൊന്ന് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ 2 തലങ്ങളിലാണ് ഒരു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് പുറം ലോകത്തുള്ള നേട്ടങ്ങളും പുറം ലോകത്ത് നമുക്ക് സുഖം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിത്തരുന്നത് ശാസ്ത്രം വഴിയാണ്. ശാസ്ത്ര രഹസ്യങ്ങൾ, ശാസ്ത്രത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും പല അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നതും ഒക്കെ നമ്മൾ ശാസ്ത്രത്തിൻ്റെ രീതിയിലാണ്. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഈ സന്തോഷവും കാര്യങ്ങളും നിരന്തരമായിട്ട് ലഭിക്കണമെങ്കിൽ പുറം ലോകത്തുള്ള ജീവിതം കൊണ്ട് മാത്രം ലഭിക്കില്ല എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആന്തരിക ലോകത്തേക്കുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇതിൽ ബാബുജി മഹാരാജ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം പറയണത് അറിവ് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രം വഴി ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും സൃഷ്ടിയുടെയും ജീവിതത്തിൻ്റെയും ഒക്കെ രഹസ്യം, ആഴത്തിലുള്ള ചില അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ചില മിസ്റ്ററീസ് അത് ഇനിയും കണ്ടുപിടിക്കാനായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ദാജി സംസാരിക്കുമ്പോഴും ദാജി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കുറേശ്ശെ ധ്യാനം കൊണ്ട് മനുഷ്യ സമാധാനവും മനസ്സിന് സമാധാനവും സംതൃപ്തിയും ബാലൻസും ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കുറച്ച് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഫേമസ് സയൻറ്റിസ്റ്റ്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു സെൻറ്റൻസ് ഉണ്ട്. അതായത് ശാസ്ത്രത്തെ പിന്തുടരുന്ന ഏതൊരു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ സൃഷ്ടിയുടെ പിന്നിൽ, ഈ ഭൗതിക ലോകത്തിൻ്റെ പിന്നിൽ ഉള്ള പല കാര്യങ്ങൾക്കും അതിൻ്റെ മൂലകാരണമായിട്ട് നിൽക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സ്പിരിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ കഴിവിന് മുമ്പിൽ നമ്മുടെ പരിമിതമായ കഴിവ് ഉപയോഗിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും വിനയാന്വിതനായിരിക്കണമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീനാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്പിരിറ്റിനെ കുറിച്ചുള്ള അന്വേഷണമാണ് വാസ്തവത്തിൽ സ്പിരിച്വാലിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും മെഡിറ്റേഷൻ ചെയ്യുന്ന ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീഷണേഴ്സ് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശാസ്ത്ര സത്യങ്ങളും നമ്മളിപ്പോൾ എന്താ പറയുക, സാധകം ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും തമ്മിൽ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അങ്ങനെ അത് മനസ്സിലാക്കിയാലേ പലപ്പോഴും നമുക്ക് ഇതിൻ്റെ സുദൃഢമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ തന്നെ നമുക്ക് പുരോഗതി നേടാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം. പ്രത്യേകിച്ച് ദാജി പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പുറം ലോകത്ത് മറ്റുള്ള മനുഷ്യരോട് നമ്മൾ ഒരു ഓപ്പൺ ഹൗസ് മാതിരി വെച്ച് നമ്മൾ ഈ ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചില്ലെങ്കിൽ പലർക്കും അത് ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. നമ്മൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ ധ്യാനം ചെയ്യണോ, കണ്ണടച്ചിരിക്കണോ, നമ്മുടെ ഉള്ളിൽ ട്രാൻസ്മിഷൻ വരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് സ്വീകരിക്കില്ല. കാരണം അവർക്കതിൻ്റെ അനുഭവമില്ല. എന്ന് മാത്രമല്ല, അവരുടെ അനുഭവം മുഴുവൻ പുറം ലോകത്തുള്ള ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുഭവങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനോട് ബന്ധപ്പെടുത്തി ഇതും അതും തമ്മിൽ എങ്ങനെ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ വേറൊരു ലെവലാണ് മറ്റേതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാനും ഇതിനൊക്കെ ഈ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള താല്പര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന സംഗതി. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശാസ്ത്രത്തിൽ, പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞന്മാർ പുതിയ യുഗത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബുജി ഈ പറഞ്ഞ ബേസിക് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ കണ്ണടച്ചിരുന്ന് ധ്യാനമാർഗത്തിൽ കൂടി കണ്ടുപിടിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു അത്ഭുതമാണ് വാസ്തവത്തിൽ. എങ്ങനെയാണ് അദ്ദേഹം അത് ചെയ്തതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരു സമ്മിശ്രമാക്കിയിട്ട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സംഗതി പുതിയതായിട്ട് ഇപ്പോഴത്തെ പുതിയ മോഡേൺ സയൻസിൽ വന്നിരിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനു മുമ്പൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണത് ഈ സ്പേസ്, ശൂന്യാകാശം എന്ന് പറയണത് അത് ശൂന്യമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് എംപ്റ്റി എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതിനകത്തൊന്നുമില്ല, ശൂന്യമായിട്ടുള്ളൊരു സംഗതിയാണ് എന്നാണ് ഇതുവരെയ്ക്കും നമ്മൾ മനസ്സിലാക്കിയിരുന്നത്.
ഇപ്പോൾ അതിൻ്റെ ടോട്ടലായിട്ട് അത് മാറ്റുന്ന രീതിയിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ പറയുന്നത്. പല കണ്ടുപിടുത്തങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിയും പലതരത്തിലുള്ള എന്താ പറയുക മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉപയോഗിച്ചും സയൻസിൻ്റെ പല തലത്തിലുള്ള സയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്പേസ് എന്ന് പറയുന്നത് അത് ശൂന്യമല്ല എന്നാണ് ഇപ്പോൾ പറയണത്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് എനർജി എന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കണ്ടുപിടിച്ചിരിക്കുന്ന വേറൊരു സംഗതി, ഈ ബ്രഹ്മാണ്ടത്തിലുള്ള അതായത് യൂണിവേഴ്സിലുള്ള എല്ലാ ചരാചരങ്ങളെല്ലാം തന്നെ അതിൽ 99.999% ഈ സ്പേസ്. അത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അവർ. ഒരു ചെറിയ ആറ്റം എടുത്താലും ശരി, ഒരു വലിയ മല എടുത്താലും ശരി, ഒരു മനുഷ്യ ശരീരം എടുത്താലും ശരി, ഒരു കെട്ടിടം എടുത്താലും ശരി, ഇതിൻ്റെ ഒക്കെ ഉള്ളിലുള്ള സംഗതികളിൽ 99.999% സ്പേസാണ്, ആകാശമാണുള്ളത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു സത്യം ശാസ്ത്രം വഴിക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ ഇതിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഈ സ്പേസാണ് പ്രധാനമായിട്ടുള്ളത്. ബാക്കി 0.0001% നമ്മളൊരു വസ്തുവായിട്ട് കാണുന്ന, പദാർത്ഥമായിട്ട് കാണുന്ന സംഗതികളത് അത്രയേ ഉള്ളൂ. അപ്പം പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്നത് ഈ സ്പേസാണ്, ഈ ശൂന്യാകാശമാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ളത്. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്നത്. അതാണ് ഈ സ്പേസാണ്, എല്ലാത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസാണ്. അപ്പോൾ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു അത്ഭുത ശക്തിയായിട്ട് വാസ്തവത്തിൽ ഈ സ്പേസ് എന്ന് പറയുമ്പോൾ അതാണ് ഈശ്വരൻ എന്നുള്ള സങ്കല്പമാണ് ബാബുജി പറയണത്. അദ്ദേഹം പറയണത് ആകാശ ഈസ് ആബ്സല്യൂട്ട്, കേവല സത്യം എന്ന് പറയണത് ഈ ആകാശമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ വസ്തുക്കളില്ല എന്ന് വെച്ചാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുക്കളല്ല ഉള്ളത്. നമ്മൾ ഈ കാണുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെങ്കിലും അത് മുഴുവൻ ആകാശം വേറെ, അതിൽ നിൽക്കുന്ന വേറൊരു വസ്തുവായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. പദാർത്ഥങ്ങൾ വേറെ. സോ അതിൽ പദാർത്ഥങ്ങളില്ല, അതിൽ ആക്ടിവിറ്റീസ് പ്രവൃത്തികളില്ല. ഈ പ്രവൃത്തികളൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പ്രവൃത്തികളാണ്. ആകാശത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നിന്ന് പ്രവർത്തിക്കുകയാണ്, അല്ലാണ്ട് അതിനോട് ചേർന്നല്ല നടക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഈ സ്പേസ് വേറെ, അതിലുണ്ടാകുന്ന പദാർത്ഥങ്ങൾ വേറെ, അതിൽ നടക്കുന്ന പ്രവൃത്തികൾ വേറെ, ഇത് രണ്ടും വേർതിരിച്ചാണ് കാണേണ്ടത് നമ്മൾ. അപ്പം അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയണത് ഈ ആബ്സല്യൂട്ട് എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈശ്വര സങ്കല്പം. ഈശ്വരൻ എന്ന് പറയുന്നതിൻ്റെ സംഗതി അതാണ്. എന്നിട്ട് അദ്ദേഹം ബാബുജി പറയണത്, ഈ ആകാശത്തിൻ്റെ, ഈ സ്പേസിൻ്റെ ഒരു കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയാൽ, യു ഹാവ് റീച്ച് ദ ഫൈനൽ സ്റ്റേറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ആ ഒരു കണ്ടീഷൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേറൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ, ഓരോ പ്രാവശ്യവും ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മൾ ഈ ലെവലിൽ കൊണ്ട് എത്തിച്ചിട്ടാണ് പോണത് മാസ്റ്റർ. നമുക്ക് പലപ്പോഴും അനുഭവമുള്ളതാണ്. പലപ്പോഴും ധ്യാനത്തിലിരിക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമായൊരു സംഗതി, നമ്മൾ കുറേ നേരം ചിലപ്പോൾ ആദ്യം കുറേ ചിന്തകളുണ്ടാവും, ആ ചിന്തകളുടെ പുറകെ പോകും നമ്മൾ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റേജിൽ നമുക്ക് ബ്ലാക്ക് ഔട്ടാണ് പെട്ടെന്ന്. അപ്പോൾ എന്ത് പറയും, നമ്മൾ അബ്സോർബ്ഡായി എന്ന് പറയും. അബ്സോർബായി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നടക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്പേസിൻ്റെ സ്റ്റേജിലേക്കാണ് പോയി നിൽക്കണേ. സ്റ്റിൽനെസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ സ്പേസിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ സ്റ്റിൽനെസ് ആണ്, നിശ്ചലതയാണ്. ദെൻ നത്തിങ്നെസ്, ഒന്നുമില്ലാത്തത്. കാരണം അതിനൊന്നുമില്ല, പക്ഷെ അതിൽ വേറെ ഒരുപാട് ഘടകങ്ങൾ അതിൽ അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. നമ്മളൊക്കെ ഓരോരുത്തരും മനുഷ്യരും മലകളും മറ്റുള്ള ഇവിടെ എല്ലാ സംഗതികളും അതിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സംഗതികളാണ്, അതിനോട് ബന്ധപ്പെട്ടതല്ല. നമുക്ക് ഒരിക്കലും നമ്മൾ പറയില്ലേ, അതായത് സ്പേസിനെ നമുക്ക് പൊള്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിലുള്ള വായുവിനെ പൊല്യൂട്ട് ചെയ്യാം, വെള്ളത്തിനെ പൊല്യൂട്ട് ചെയ്യാം, അന്തരീക്ഷത്തെ പൊല്യൂട്ട് ചെയ്യാം, പക്ഷെ സ്പേസ് പൊല്യൂട്ട് ആകില്ല ഒരിക്കലും. ഇത് നമുക്ക് അനുഭവവേദ്യമാണ്. കാരണം നമുക്ക് പലപ്പോഴും ഞാൻ പണ്ട് ചാരജി പറഞ്ഞ ഒരു കാര്യം ഓർക്കും. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് ഒരു അഹങ്കാരമുണ്ട് മനുഷ്യന്. അഹങ്കാരം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്പേസ് നമുക്ക് പൊല്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ അന്തരീക്ഷം പൊല്യൂട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് വന്ന് നമുക്ക് എന്താ പറയുക മോശമാക്കാൻ പറ്റും, പൊല്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊരു ധാരണയുണ്ട്, ഒരു അഹങ്കാരമുണ്ട്. വാസ്തവത്തിൽ അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്തൊക്കെ നമ്മൾ പുഴയാണെങ്കിലും കുളമാണെങ്കിലും എന്താ പറയുക അന്തരീക്ഷമാണെങ്കിലും എന്തൊക്കെ നമ്മൾ ചെയ്താലും ഒരു കൊടുങ്കാറ്റോ ഒരു വെള്ളപ്പൊക്കമോ വന്നാൽ അത് മുഴുവൻ ക്ലീൻ ചെയ്തു പോകും. അത്രയും മതി, ഒരു 2-3 ദിവസം മതി ഒരു പ്രകൃതിക്ക് ഒരു ഹോൾ ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാൻ. അതിനുശേഷം പഴയ ലെവലിൽ കൊണ്ടെത്തിക്കും അത്. അദ്ദേഹം അതിന് ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാട്ടിൽ ആൺസിംഹം ഉച്ചനേരത്തൊക്കെ ഒരു ഉറക്കത്തിൽ ഇങ്ങനെ കിടക്കും.
അപ്പോൾ കിടക്കുന്ന സമയത്ത് ഈ ചെറിയ സിംഹക്കുട്ടികൾ വന്ന് ഇതിൻ്റെ പുറത്ത് കയറി മറിയും, എൻ്റെ മുടി പിടിച്ച് വലിക്കും. തീരെ വരിയാതാകുമ്പോൾ ഒന്ന് നോക്കും, ഇങ്ങനെ തല പൊക്കി ഒന്ന് നോക്കും. അപ്പോഴും പിന്നെയും അതിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഡിസ്റ്റർബൻസ് ആയത് ശല്യം സഹിക്കവയ്യാതെ ആകുമ്പോൾ അത് കൈകൊണ്ടൊരു തട്ട് തട്ടിയാൽ ഈ കുട്ടികളൊക്കെ കൂടെ കുറേ ദൂരെ അങ്ങ് പോകും. ഇത്രയേ ഉള്ളൂ പ്രകൃതിക്കും. നമ്മൾ ഈ സിംഹക്കുട്ടികൾ കളിക്കണ മാതിരി പ്രകൃതിയോട് കളിക്കും, പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ പ്രകൃതി ഒന്ന് തട്ടിയാൽ ഇതൊക്കെ ശരിയാക്കാൻ പറ്റും. സോ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു നിശ്ചലത എന്നുള്ളൊരു കണ്ടീഷൻ നമുക്കുള്ളിൽ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ്സാണ്, അവബോധം വേണം. ഈ കണ്ടീഷനിൽ നമ്മൾ വന്നിട്ടുണ്ട് എന്ന് കണ്ട് നമ്മൾ ആ കണ്ടീഷനിലേക്ക് നമുക്ക് കണ്ണ് തുറന്ന് അല്ലെങ്കിൽ ഹൃദയം തുറന്ന് നമുക്കത് കാണാൻ സാധിച്ചാൽ നമുക്കത് സ്വായത്തമാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനുഭവം ഇല്ലാത്തൊരു കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറങ്ങിപ്പോയോ എനിക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ള മറ്റുള്ളൊരു ബ്ലാക്ക് ഔട്ട് മാതിരി നമ്മൾ അതിൽ നിന്ന് വിട്ടുപോവുകയാണ് ചെയ്യണേ. ആ കണ്ടീഷൻ കളഞ്ഞിട്ട് നമ്മൾ പുറത്തു വരികയാണ്. ഇതാണ് നമുക്ക് സംഭവിക്കണേ. പക്ഷെ വാസ്തവത്തിൽ സയൻസും പറയണത് എന്താണ്, ബാബുജിയും പറഞ്ഞത് എന്താണ്, ആ ആകാശത്തിൻ്റെ കണ്ടീഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ യു ഹാവ് അച്ചീവ്ഡ് ദ റിസൾട്ട് എന്നാണ്. അപ്പോൾ ഈ സ്റ്റിൽനെസ് നമ്മുടെ ഉള്ളിൽ വരും തോറും, ഓരോ പ്രാവശ്യം വരും തോറും നമ്മൾ അത് ശ്രദ്ധിച്ച് നമ്മുടെ മനസ്സ് വിട്ടു പോകാതെ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും നമ്മൾ ആ സ്റ്റിൽനെസ്സിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതാണ് നമ്മുടെ യാത്രയുടെ പുരോഗതി എന്ന് പറയുന്നത്, അതിലാണ് നടക്കണേ. പക്ഷെ നമുക്കത് സാധിക്കാത്തത് കൊണ്ട് എന്താകും, നമ്മളത് കട്ട് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ, അതിൽ കട്ട് ചെയ്താൽ നമ്മളിപ്പോൾ സ്റ്റിൽനെസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ അതിനെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്താവും, നമ്മളതിന് പുറത്തു വന്ന ഉടനെ ചിന്തയാണ് പിന്നെ. അപ്പോൾ നമ്മൾ പഴയ ലെവലിലേക്ക് മാറി. സോ ഇത് വരാതെ നോക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. സ്റ്റിൽനെസ് വന്നാൽ, സ്റ്റിൽനെസ് ഒരു കണ്ടീഷനാണ്, നത്തിങ്നെസ് ഒരു കണ്ടീഷനാണ്. അത് ശ്രദ്ധിച്ച് നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിക്കണം. ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇത് സയൻസിൽ പറഞ്ഞു വെച്ചിരിക്കണേ, സയൻസും ഇതും നമ്മൾ ഒരുമിച്ച് ചേരുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വേറൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ സംഗതി ആലോചിക്കുമ്പം അത്ഭുതം തോന്നും. സയൻസ് എന്ന് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോഴാണ് ഈ ലോകം ഉണ്ടാവുന്നത് തന്നെ. ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഇതേമാതിരി ഒരു ഭണ്ഡാരയിൽ ജാജി ഒരു മെസ്സേജ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒബ്സർവർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്, ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ കാണിച്ചിരുന്നു അതിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ തന്നെ ഇത് പണ്ട് ആധ്യാത്മികതയിൽ ഇത് എല്ലാവരും പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പക്ഷേ സയൻസ് അത് സ്വീകരിച്ചിരുന്നില്ല. ഇന്ന് സയൻസും പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന പദാർത്ഥങ്ങൾ മുഴുവൻ വാസ്തവത്തിൽ പദാർത്ഥമല്ല, അത് ഒരു വേവാണ്, ഒരു തരംഗമാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥിതി. അങ്ങനെയാണ്, ഒരു തരംഗമായിട്ടാണ് ഇത് നിൽക്കണേ. ആ തരംഗം വന്ന് വസ്തു ആകണത് നമ്മുടെ ശ്രദ്ധ നമ്മൾ ചെയ്യിക്കുമ്പോഴാണ്. നമ്മൾ നോക്കണ സമയത്ത് അത് ഇതായിട്ട് മാറുകയാണ്. ഇലക്ട്രോൺസ് എങ്ങനെയാണ് ഉണ്ടാകണമെന്നാണ് പറയണേ. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡ്യുവൽ എക്സിസ്റ്റൻസ് ആണ് അതിനുള്ളത്. അതായത് തരംഗമായിട്ടും ഉണ്ടാവും, പദാർത്ഥമായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നോൺ ലോക്കൽ എക്സിസ്റ്റൻസ് എന്ന് പറയും. ഇവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നത് സംഗതി എന്താ ഉള്ളത്, തരംഗമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, പുഴയിലെ വെള്ളം പുഴയിലെ വെള്ളം ഇവിടെ ഉണ്ടാവും, പുഴയുടെ താഴെ ഉണ്ടാവും, തുടങ്ങണ സ്ഥലത്തും ഉണ്ടാവും. വെള്ളം ഒന്നാണ്, അത് ഒരിടത്ത് നിൽക്കുന്നുമില്ല, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വെള്ളം, ഇതാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പുറത്ത് അതേ വെള്ളം കാണുന്നത് പിന്നെ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം അങ്ങനെ ഒരേ സമയത്ത് പല സ്ഥലത്ത് നിൽക്കുന്ന ഒരു അത്ഭുതമാണ് വാസ്തവത്തിൽ ഈ ഇലക്ട്രോൺസും ഒക്കെ ഉള്ളത്. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി, അങ്ങനെയാണ്. അപ്പോൾ ആ ഒബ്സർവർ എഫക്റ്റ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഈ ലോകമുള്ളത് തന്നെ. ഒരു നിരീക്ഷകൻ ഇല്ലാതെ ഒരു ബ്രഹ്മാണ്ടത്തെ സങ്കല്പിക്കാൻ പറ്റില്ല എന്ന് ഇന്ന് ശാസ്ത്രജ്ഞരാണ് പറയണത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, സ്പിരിച്വാലിറ്റിയും ശാസ്ത്രവും ഒന്നിക്കുകയാണ് ഇവിടെ. നമ്മൾ ഉണ്ടാക്കണതാണ് ഈ സംഗതി. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മൾ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടമില്ല, പിന്നെ വാസ്തവത്തിലുള്ളത് തരംഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഒരു വശത്ത്. വേറൊന്ന്, ഇപ്പോൾ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സംഗതി, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ സ്പേസ് എന്ന് പറയുന്നത് ശൂന്യമാണെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് മുഴുക്ക അതിൽ വന്ന് ഊർജ്ജമാണുള്ളത്. ആ ഊർജ്ജം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ്സ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. അതിനെയാണ് ക്വാണ്ടം ഫീൽഡ് എന്ന് പറയും ശാസ്ത്രത്തിൽ. ക്വാണ്ടം ഫീൽഡ് എന്നാണ് അതിനെ പറയണേ. അപ്പോൾ ആ ക്വാണ്ടം ഫീൽഡ് എന്ന് പറയണത്, ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് എനർജി, ഇൻഫർമേഷൻ. ഇത് രണ്ടും ചേർന്നാണ് അതിലുള്ളത്. ആൻഡ് പൊട്ടൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ഊർജമുണ്ടായ എനർജിയിൽ ആൻഡ് പൊട്ടൻഷ്യാലിറ്റി, സാധ്യതകൾ അതിൻ്റെ ഇതുണ്ട്. ആൻഡ് ഇൻഫർമേഷൻ, അറിവ്.
ഇത് മൂന്നും കൂടെ ചേർന്ന ഒരു ഫീൽഡാണിത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഒരു അത്ഭുതങ്ങൾ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വന്ന് നിറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡ് എന്ന് ആണ് ഇതൊക്കെ ഉണ്ടാകണത്. എങ്ങനെ? നമ്മുടെ ഒബ്സർവേഷൻ നമ്മൾ കൊടുക്കണ സമയത്ത്, ആ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ തരംഗം അത് പദാർത്ഥമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു വസ്തുവായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയായിട്ട് മാറുകയാണ്. ഇങ്ങനെയാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചെടുക്കണേ. സോ ഈ ഫീൽഡ് നമ്മുടെ ചുറ്റും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡാണ്. ആ ഫീൽഡിലുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഊർജം, അറിവ്, സാധ്യതകളുടെ ഒരു കൂമ്പാരമാണ് നമ്മൾ ചുറ്റി നമ്മുടെ ഉള്ളിലും പുറത്തുമായിട്ടൊക്കെ നിൽക്കുന്നത്. ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. എങ്ങനെ എടുക്കാൻ പറ്റും? അത് തരംഗമാണ്. അപ്പോൾ അത് വൈബ്രേഷനാണ്. അപ്പോൾ ആ വൈബ്രേഷനോട് നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ വൈബ്രേഷൻ്റെ ലെവലിൽ പോയാലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. ഒരു ഉദാഹരണത്തിന് അവർ പറയണത്, ഈ എനർജിയുടെ ഒരു മെഷർ അവർ തന്നിട്ടുണ്ട്. ഈ നമ്മുടെ ചുറ്റുമുള്ള ഈ ക്വാണ്ടം ഫീൽഡിൻ്റെ എനർജി എന്ന് പറയണത്, അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് അവർ പറയണത്, ഒരു മീറ്റർ ക്യൂബ്, 1 മീറ്റർ ക്യൂബ് നീളം, 1 മീറ്റർ ക്യൂബ് അകലം, 1 മീറ്റർ ക്യൂബ് ഡെപ്ത്, 1 മീറ്റർ ക്യൂബുള്ള ഈ അന്തരീക്ഷത്തിൽ ഉള്ള എനർജി എൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂതലത്തിലുള്ള എല്ലാ സമുദ്രങ്ങളും എവാപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി 1 മീറ്റർ ക്യൂബിലുണ്ടെന്നാണ് പറയണത്. സോ ഇത്രയും എനർജി നമ്മുടെ ചുറ്റും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയാണ് നമ്മൾ അവശരാകുന്നത്? എങ്ങനെയാണ് നമുക്ക് ക്ഷീണം വരുന്നത്? നമ്മുടെ ചുറ്റും ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് എനർജിയാണ് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉണ്ടത്, പക്ഷെ കണക്ട് ചെയ്യണ്ടേ? കണക്ട് ചെയ്യാനുള്ള വഴി അവർ പറഞ്ഞ ശാസ്ത്രജ്ഞർ തന്നെ ഇന്ന് പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻറ്റൻഷൻ ആൻഡ് നമ്മുടെ ഇമോഷൻ, ഇത് രണ്ടുമാണ് അത്ര കണക്ട് ചെയ്യണത്. ഇന്ന് ന്യൂറോ സയൻസ് ഇന്ന് കണ്ടുപിടിക്കുന്നതാണിത്. എല്ലാ സയൻസും കൂടെ ചേർന്നാണ് ഈ അറിവൊക്കെ കൊണ്ടുവരണത്. ഇപ്പം ന്യൂറോളജിയിൽ അവർ പറയണത്, നമ്മുടെ ഇൻറ്റൻഷൻ, ഉദ്ദേശങ്ങൾ, ആ ഉദ്ദേശങ്ങൾ എങ്ങനെയുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇമോഷൻ, നമ്മുടെ ഫീലിംഗ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇറ്റ് ഈസ് യുവർ ഇൻഡിവിജ്വൽ എന്താ പറയുക, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നേച്ചർ എന്നാണ് അവർ പറയണത്. ഒരു മനുഷ്യൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് മെഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ, ആ മനുഷ്യൻ്റെ എന്താ പറയുക, ഇമോഷൻ, ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിത്വം, ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒരു മനുഷ്യൻ്റെ ആധ്യാത്മിക സ്ഥിതിയൊക്കെ വരുന്നത്. ഇത് മെഷർ ചെയ്തിട്ടാണ്. അപ്പം ഇത് പ്രോപ്പറാണെങ്കിൽ ഈ വൈബ്രേഷൻ നേരെ ചെല്ലുന്നത് ഈ ഫീൽഡിലേക്കാണ്. ആ ഫീൽഡിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താ ഉള്ളത്? സാധ്യതകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ സാധ്യതകൾക്ക് കറക്റ്റായിട്ടുള്ള ഇമോഷൻ നമ്മൾ ഇവിടുന്ന് മുകളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധ്യത വിൽ കം ഫോർ യു ആൻഡ് യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ഹിയർ. ഇതാണ് പലപ്പോഴും ഈ ഒരു ബേസിസിലാണ് അവർ ഈ അഫർമേഷൻസ് ഒക്കെ പറയില്ലേ, ഞാൻ ഇന്ന് ഹെൽത്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ധനവാനാണ് എന്നൊക്കെ പറയണതിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നതുകൊണ്ട് കാര്യമാവില്ല, അത് പ്രാർത്ഥിച്ചതുകൊണ്ടും ആകില്ല. നമുക്ക് അതാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ഞാൻ ഹെൽത്തി ആണെന്ന്, എനിക്ക് ഹെൽത്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ മനസ്സിലാവില്ല. കാരണം അതിന് വേണമെന്ന് പറയണതിന് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ ഹെൽത്ത് ഉണ്ടായിരിക്കണം, നല്ല നിങ്ങൾ ഹെൽത്ത് വേണമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണ് അവിടെ അത് മാർക്ക് ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഒരു വൈബ്രേഷൻ ഞാൻ എൻ്റെ ഇതിൽ നിന്ന് മുകളിലേക്ക് കൊടുത്താൽ അത് ഇറങ്ങി വരും. ആ കണ്ടീഷൻ നമ്മളിലേക്ക് ഇറങ്ങി വരും. ഇങ്ങനെയാണ് നമ്മളിത് മുഴുവൻ ചെയ്യേണ്ടതെന്നാണ് പറയണത്. അപ്പോൾ ഇതിലെന്താ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ വൈബ്രേഷൻ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ, ഈ ഇമോഷൻ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ, ആ ഫീൽഡിന് തക്ക സൂക്ഷ്മതലത്തിലുള്ള പരിശുദ്ധമായിട്ടുള്ള വൈബ്രേഷനാണ് അവിടെ പോകേണ്ടത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ അസൂയയും കുന്നായ്മയും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ വൈബ്രേഷൻ ഈസ് എ ലോവർ വൈബ്രേഷൻ. സോ നാച്ചുറലി ആ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിസൾട്ടും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ ക്യാരക്ടർ ഫോർമേഷനും, നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഹ്യൂമിലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, എങ്ങനെ പരസ്പര സ്നേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം, ഇതൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം നമ്മുടെ ഈ വൈബ്രേറ്ററി ലെവൽ ഇൻക്രീസ് ചെയ്യാനാണ്. ഈ വൈബ്രേറ്ററി ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷെ അങ്ങനെ അപ്പോൾ അതിന് വേറൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആധ്യാത്മികതയും സയൻസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന ചില കാര്യങ്ങളാണ്. വേറൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ ക്യാരക്ടർ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളോട് വലിയ താല്പര്യം തോന്നില്ല. അത്യാവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മതി. ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ ആലോചിക്കണത്, നമ്മുടെ സുഖം, സന്തോഷം എന്ന് പറയണത് സ്ഥിരമായിട്ട് കിട്ടുന്നത് എവിടെയാണെന്നുള്ളതാണ് പിന്നെ നമ്മൾ നോക്കുക. അത് ആന്തരിക ലോകത്തേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. സോ ആ തരത്തിലുള്ള റിസൾട്ടാണ് നമുക്ക് വേണ്ടതെന്നുള്ള ധാരണയിൽ നമ്മൾ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഇത് സയൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ക്യാരക്ടർ ഫോർമേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇന്ന് സയൻസാണ് പറയുന്നത് നമ്മളോട്.
ഇത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പോഴും അവർ പറയുന്നുമുണ്ട് നമ്മളോട് കാര്യങ്ങൾ. പക്ഷേ ഇതിൻ്റെ താല്പര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ വേറൊന്ന് ക്വാണ്ടം സയൻസിൽ പറയുന്ന വേറൊരു സംഗതി, ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ചത് ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ ഒരിക്കൽ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുക്കൾ നമ്മൾ എത്ര ദൂരത്തേക്ക് മാറ്റിയാലും അവർ കണക്ഷനിലായിരിക്കുന്നവരാണ്, ബന്ധപ്പെട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അവരെങ്ങനെയാണ് എക്സ്പെരിമെൻ്റ് നടത്തുന്നത് വെച്ചാൽ ഒരു ഫോട്ടോൺ പാർട്ടിക്കിൾ എടുത്തിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് അതിനെ രണ്ട് ദൂരത്താക്കി വയ്ക്കുകയാണ്, 7 മൈൽ ഇപ്പുറത്തും 7 മൈൽ അപ്പുറത്തും. ഇതിലെന്തെങ്കിലും നമ്മൾ ഒരു ആക്ഷൻ കൊടുത്താൽ മറ്റിടത്ത് റിയാക്ട് ചെയ്തത്. അത് അവർ കണ്ടുപിടിച്ച് നമ്മുടെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു എൻഡിൽ ഒരെണ്ണത്തിനെ കൊണ്ടുവച്ചാലും ശരി, മറ്റേ എൻഡിൽ മറ്റേതിനെ വെച്ചാലും ശരി, ഈ കണക്ഷൻ ഉണ്ടാവും. അപ്പം അതിൻ്റെ അർത്ഥം അവരെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ബന്ധപ്പെട്ട വസ്തുക്കൾ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും, ഒരിക്കലും അതിൻ്റെ ആ കണക്ഷൻ മാറ്റാൻ നമുക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വേറൊന്നും പറയുന്നുണ്ട്, നമ്മുടെ ഈ ഭൂമി, നമ്മുടെ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ബിഗ് ബാങ്ങിലാണ്. ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ ടെന്നീസ് ബോളിൻ്റെ സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഹ്യൂജ് ടെമ്പറേച്ചർ, ഭയങ്കര ടെമ്പറേച്ചറിൽ ഉള്ള ഒരു സംഗതിയായിരുന്നു. അതിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടാണ് ഇന്ന് ഈ എന്താ പറയുക ഗാലക്സീസും നക്ഷത്രങ്ങളും പ്ലാനറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കണത് എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെല്ലാം ഒരുമിച്ചുണ്ടായിരുന്ന സംഗതിയാണ്. സോ നാച്ചുറലി അങ്ങനെ ഒരുമിച്ചുണ്ടായിരുന്ന സംഗതികൾ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ ഇൻ്റർ കണക്റ്റഡ്നെസ് എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ നേച്ചറാണത്. അപ്പോൾ അത് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് വരാത്തത്. പക്ഷെ ഇന്ന് നമ്മളോട് മാസ്റ്റേഴ്സ് പറയണത് എന്താ? ഇൻ്റർ കണക്റ്റഡ്നെസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അദ്ദേഹത്തിൻ്റെ ദാജിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞത് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സംഗതി അവർ പറയുന്നുണ്ട്. സ്പിരിച്വൽ പാരഡോക്സ് എന്ന് പറഞ്ഞ ടോക്കിൽ അദ്ദേഹം പറഞ്ഞത്, പല ആധ്യാത്മിക സിദ്ധാന്തങ്ങളും പറയണത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി, ഹൂ ആം ഐ, ഞാൻ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ. കാരണം എൻ്റെ വ്യക്തിത്വത്തെ കാണാൻ ഞാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് എവേ ഫ്രം ദി അതർ തിങ്സ്. ഇൻ്റർ കണക്റ്റഡ്നെസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ പോകുന്നത്. പരസ്പര ബന്ധം സ്ഥാപിക്കുകയാണ് വേണ്ടത്, അല്ലാതെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മുടെ തനിപ്പെട്ട നമ്മുടെ വ്യക്തിത്വത്തെ കൊണ്ട് അതിലേക്ക് ചെന്ന് ചേരാനുള്ള ശ്രമമായിരിക്കരുത് നമ്മൾ ചെയ്യുന്നത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എത്രത്തോളം നമുക്ക് പുറം ലോകത്തോട് കണക്ട് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് മറ്റുള്ളവരോട് കണക്ട് ചെയ്യാൻ പറ്റും, അത്രത്തോളം നമ്മൾ ഈ ഇൻ്റർ കണക്റ്റഡ്നെസ്സിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ബോധം വികസിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ബോധത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്തോറും ബോധം വികസിക്കില്ല. ചുറ്റുമുള്ള എല്ലാത്തിനോടും കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിനുള്ള ഒരു പരിശീലനമാണ് പലപ്പോഴും നമ്മൾ ധ്യാനത്തിൽ കൂടെ നമുക്ക് ചെയ്ത് തരുന്നത്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ബാബുജി പറയുന്നൊരു സംഗതിയുണ്ട്. ബാബുജി പറയണത്, ഈ ബിഗ് ബാങ്ങിനെ ബാബുജി പറയണത്, ആ സൃഷ്ടി ആരംഭിക്കുന്ന സമയത്ത് ഒരു ക്ഷോഭം ഉണ്ടായി. എവിടെ നിന്ന്? ഈ സെൻറ്ററിൻ്റെ നേരെ താഴെ. സെൻറ്റർ എന്ന് പറയണത് വാസ്തവത്തിൽ സയൻസ് എന്ന് പറയണത്, സെൻറ്റർ എന്ന് പറയുന്നതിന് പകരം സയൻസ് പറയണത് സിംഗുലാരിറ്റി എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഈ സിംഗുലാരിറ്റി എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ഒരു പോയിൻ്റ് ആണെന്നാണ്. വാസ്തവത്തിൽ പോയിൻ്റ് അല്ല ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്, ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ എന്ന് പറയുന്നത് സ്പേസിൻ്റെ അവസ്ഥയാണ്. കാരണം ഈ സ്പേസ് എല്ലായിടത്തും ഉണ്ട്. സ്പേസ് ഇല്ലാത്ത ഒരു സ്ഥലം ഇല്ല എന്നാണ് ഇന്നിപ്പോൾ സയൻസ് തന്നെ പറയണത്. എല്ലായിടത്തും സ്പേസ് ഉണ്ട്. അതേമാതിരി ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, ക്വാണ്ടം ഫീൽഡ് ഇല്ലാത്തൊരു സ്ഥലം, ഒരു പോയിന്റ് ഈ ബ്രഹ്മാണ്ടത്തിൽ എവിടെയില്ല. മുഴുവൻ ഇത് നിറഞ്ഞു നിൽക്കുകയാണ്, മുഴുവൻ ഈ സ്പേസ് നിറഞ്ഞു നിൽക്കുകയാണ്. അതിൽ നിന്നുണ്ടാകുന്ന സംഗതികളാണ് ബാക്കി നമ്മൾ കാണുന്നതൊക്കെ. സോ ആ എനർജി ഫ്രീസ് ചെയ്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഈ പദാർത്ഥങ്ങളായിട്ട് നമ്മൾ കാണുന്നതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബാബുജി തന്നെ പറഞ്ഞത്, ഈ ക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞ ശേഷം, സൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞ ശേഷം ആണ് ഇതെല്ലാം നമ്മൾ കാണുന്ന വസ്തുക്കളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതുണ്ടാകുന്ന സമയത്ത് ഈ ആത്മാവിൽ ബോധം എന്നൊരു സംഗതി കൊണ്ട് ചേർക്കണത് ഈശ്വരനാണെന്നാണ് ബാബുജി പറയണത്. ബോധം എന്നൊരു സംഗതി ഈ നമ്മുടെ ആത്മാവിലേക്ക് കൊണ്ടുവരുന്നത് ഈശ്വരൻ തന്നതാണ് എന്നാണ്. അപ്പോൾ ആ ഡിവൈൻ വില്ലോട് കൂടിയാണ്, ഡിവൈൻ വില്ലിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ഈ ആത്മാവ് ആദ്യം ഭൂമിയിൽ ജനിക്കുന്നതും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡിവിജ്വൽ വിൽ എന്ന് പറഞ്ഞൊരു സംഗതി ഓരോ വ്യക്തികൾക്കും കൊടുത്തു. അപ്പോൾ ആ ഇൻഡിവിജ്വൽ വില്ല് വെച്ചിട്ട് മനുഷ്യൻ സൃഷ്ടിക്കാൻ തുടങ്ങിയതാണ് ഇന്ന് പ്രശ്നമായിരിക്കുന്നത് മുഴുവൻ.
മനുഷ്യൻ സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താ പറയുക, ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളത്, ആത്മാവിനോട് ബന്ധപ്പെടുത്തി നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയണത് സമാധാനവും സന്തോഷമൊക്കെയാണ് അദ്ദേഹം തന്നത്. പക്ഷേ ആത്മാവിൻ്റെ ഗതി അതാണ്. ആത്മാവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സമാധാനവും ബാലൻസും ഒക്കെയാണ് അതിൻ്റെ സ്വഭാവം. പക്ഷെ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായി ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ശരീരം ഒരിക്കലും ബാലൻസ്ഡ് അല്ല. ശരീരം ഒരിക്കലും പീസ്ഫുള്ളായിട്ട് നിൽക്കണമല്ല. അത് എപ്പോഴും മൂവ്മെൻറ്റിലും മാറ്റങ്ങളിലുമാണ് ശരീരം ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ആത്മാവ് ഒരു വശത്ത് ബാലൻസ് തരുന്നു, ശരീരം ഒരു വശത്ത് ഇംബാലൻസ് തരുന്നു. സോ ഇതാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഈ ശരീരം കൊണ്ട് നമ്മൾ പുറം ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇംബാലൻസും കാര്യങ്ങളും, നമ്മൾ സൃഷ്ടിക്കുന്ന പല കാര്യങ്ങളും ഈ സമാധാനത്തിനും സന്തോഷത്തിനും നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സൃഷ്ടിച്ച് കൊണ്ടുവരിക. നേരെ മറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ മാതിരിയുള്ള നിരന്തരമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ ഭാഗത്തേക്ക് തിരിയണം. സോ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ബാബുജി പറഞ്ഞത് ഈ ക്ഷോഭത്തിൻ്റെ ആ സമയത്ത്, അതിൻ്റെ ഈ ക്ഷോഭം നടക്കണ സമയത്ത്, സ്റ്റർ എന്ന് പറഞ്ഞാൽ ക്ഷോഭം നടക്കണ സമയത്ത് അതിൻ്റെ തൊട്ട് പിന്നിലുള്ളത് ആബ്സല്യൂട്ടാണ്, കേവല സത്യമാണ്, സെൻറ്ററാണ്. സോ ആ ക്ഷോഭത്തിൻ്റെ അതേ അവസ്ഥയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ആ വൈബ്രേഷനാണ് മനസ്സിൻ്റെ മനസ്സായിട്ട് നിൽക്കുന്നത്. ആ മനസ്സിൻ്റെ തൊട്ട് പിന്നിലുള്ളത് ദൈവമാണെന്നാണ് ബാബുജി പറഞ്ഞത്. നമ്മുടെ ഈ മനസ്സിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് ദൈവമാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? മനസ്സിൽ വരുന്നത് ചിന്തകളാണ്. ഈ ചിന്തകൾ കൊണ്ടാണ് നമ്മൾ പ്രവൃത്തി മണ്ഡലത്തിലേക്ക് ഇറങ്ങുന്നത്. ഇതൊരു വശം. നേരെ മറിച്ച് ആ ചിന്തകളിൽ നിന്ന് മാറി നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? അതിൻ്റെ പിന്നിലുള്ളത് ദൈവമാണ്. പിന്നിലുള്ളത് നമുക്ക് എന്താ കിട്ടുന്നത്? സ്റ്റിൽനെസ്. ആ സ്റ്റിൽനെസ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ദൈവം. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പ്രധാനമായിട്ടും ഇങ്ങനെ ഈ പറഞ്ഞ ഈ സ്റ്റിൽനെസ് വരണ സമയത്ത്, നത്തിങ്നെസ് വരണ സമയത്ത് അത് നമ്മൾ മനസ്സിലാക്കി ഒരു അവബോധത്തോടുകൂടി അത് കാണുന്ന സമയത്ത് നമുക്കത് പിടിച്ചു നിർത്താൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ സ്റ്റിൽനെസ് നമുക്ക് എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റും. എവിടെ പോകുമ്പോഴും നമ്മളത് കൊണ്ടു നടക്കണമെന്നാണ് ദാജി നമ്മളെ പഠിപ്പിക്കുന്നത്. ദാജി വേറൊന്ന് പറഞ്ഞു, ബാബുജിയെ കോട്ട് ചെയ്തിട്ട് ഒരിക്കൽ പറഞ്ഞു, അതായത് ഓരോ സെല്ലിനകത്തും ഈ വോയിഡ് ഉണ്ട്, ഈ സ്റ്റിൽനെസ് ഉണ്ട്. ആ സ്റ്റിൽനെസ് എന്ന് പറയുന്നത് സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന, ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന സ്റ്റിൽനെസ്സാണ്, ആ സ്പേസിലുണ്ടായിരുന്ന സ്റ്റിൽനെസ്സാണ് ഇന്നും ഓരോ സെല്ലിനകത്തും ഉള്ളത്. ആ സെല്ലിനകത്തുള്ള ഓരോ സ്റ്റിൽനെസ് എന്നുള്ള കാര്യങ്ങൾ, ശൂന്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമുക്ക് അതിലേക്ക് ഇറങ്ങി നിന്ന് അത് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. നമ്മളിത് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മനസ്സെന്താണെന്നുള്ളത് മനസ്സിലാകുന്നു, ആ മനസ്സിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് മനസ്സിലാകുന്നു, ഇതിൻ്റെ ബേസിസ് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നു, ഇതിൽ നമുക്ക് മാസ്റ്റേഴ്സ് നമുക്ക് തരുന്നത് എന്താണെന്നുള്ളത് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഭംഗി എന്താ വെച്ചാൽ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ട്രാൻസ്മിഷൻ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ട്രാൻസ്മിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രാൻസ്മിഷൻ വരുന്നത് ഈ സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. കേവല സത്യത്തിൽ നിന്ന് വരുന്ന ഒരു വൈബ്രേഷനാണത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വൈബ്രേഷൻസ് പലപ്പോഴും നമ്മൾ സൃഷ്ടിച്ചതാണ്. നമ്മുടെ ലിമിറ്റഡ് വില്ല് ഉപയോഗിച്ച്, മനഃശക്തി ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംസ്കാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. ഇത് ഈ വൈബ്രേഷൻ വെച്ചിട്ട് നമുക്ക് ആ വൈബ്രേഷനിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ വൈബ്രേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലല്ലേ അതിനെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അവിടുന്ന് വരുന്ന വൈബ്രേഷനാണ്. അപ്പോൾ ആ വൈബ്രേഷൻ കുറേശ്ശെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കത് മനസ്സിലാക്കുകയാണ്, എന്താണ് ഈ വൈബ്രേഷൻ, എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനോട് അടുക്കാനും അതെങ്ങനെ അടുപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത് ഈ ട്രാൻസ്മിഷൻ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് ഉള്ളിൽ വരണ സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു പരിശുദ്ധി നമ്മൾ നേടുകയാണ്. സോ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ഈ ട്രാൻസ്മിഷൻ തരുന്ന നമ്മുടെ മാസ്റ്റർ. ഇത് നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ആധ്യാത്മിക പരിശീലനം തൃപ്തി അടയുന്നത്. അങ്ങനെയാണ് വരുന്നത്. പിന്നെ വേറൊരു സംഗതി, വേറെ പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ പറ്റും. സയൻസ് പറയുന്ന സമയത്ത് കാണുന്ന അത്ഭുതങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനുഷ്യ ശരീരം തന്നെ അവർ പറയണത് ഒരു സെക്കൻഡിൽ 8,16,000 സെല്ലുകളും റീപ്ലേസ് ചെയ്യണമെന്നാണ് പറയണത്. ഒരു സെക്കൻഡിൽ
അത്ര സെല്ലുകൾ നമ്മുടെ ബോഡിയിൽ നിന്ന് മാറി വേറെ സെല്ലുണ്ടാകുകയാണ്. ഒരു ദിവസം 60 മില്യൺ സെൽസാണ് റീപ്ലേസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ സ്കിൻ 4 മാസത്തിലൊരിക്കൽ ഈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നവരാണ്. ടോട്ടലി മാറി വേറെ സെല്ല് വരും, വേറെ ഇത് വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ഇതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവർ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, നാളെ രാവിലെ നമ്മൾ എണീറ്റ് നോക്കിയാൽ ഇന്നലെ കണ്ട ഞാനായിരിക്കില്ല നാളെ കാണുന്നത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് മിക്കവാറും പല കാര്യങ്ങളും മാറിയിട്ടുണ്ടാകും ശരീരത്തിൽ. ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ശരീരം തന്നെ. മനസ്സും മറ്റുള്ള കാര്യങ്ങളും പിന്നെ പറയേണ്ട കാര്യമില്ല. അതിലും ഈ പറഞ്ഞ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. സോ ഇങ്ങനെ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ആകെക്കൂടി ഒരു അത്ഭുതത്തിൻ്റെ ഉള്ളിൽ നമ്മളങ്ങനെ എന്താ പറയുക, കുടുങ്ങിക്കിടക്കുകയാണോ അല്ലെങ്കിൽ അതിൽ മുഴുകി കിടക്കുകയാണോ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളെ ഈ സ്ഥിരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, സ്ഥിരമായിട്ടുള്ള ഒരു സന്തോഷത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ആധ്യാത്മിക പരിശീലനമാണ്. അതിന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തത്വങ്ങൾ ശാസ്ത്രീയമായിട്ടും ആധ്യാത്മികമായിട്ടും മനസ്സിലാക്കി അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുള്ളത് നല്ലപോലെ അപഗ്രഥിച്ച് അതിന് വേണ്ട പരിശീലനം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ദിവസവും ഈ ആധ്യാത്മികതയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുക. വീണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് 2 തലങ്ങളിലാണ്, ഭൗതിക തലത്തിലും ആന്തരിക തലത്തിലും. അപ്പോൾ ഭൗതിക തലത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, കാര്യങ്ങൾ നേടിയെടുക്കുന്നത് നമുക്ക് അതിനു വേണ്ടി തന്നിരിക്കുന്ന ഉപാധികൾ ഉപയോഗിച്ചിട്ടാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ പുറം ലോകത്തേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ പുറം ലോകം കാണുന്നു. കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, മൂക്കിൽ നമ്മുടെ എന്താ പറയുക അതിൻ്റെ സ്മെല്ല് നമ്മൾ ഇത് ചെയ്യണം, ഗന്ധം നമ്മൾ പിടിച്ചെടുക്കുന്നു. ഇങ്ങനെ ഈ പഞ്ചേന്ദ്രങ്ങൾ ഉപയോഗിച്ച് പുറം ലോകത്തേക്കുള്ള കാര്യങ്ങൾ, കാഴ്ചകൾ നമ്മൾ അബ്സോർബ് ചെയ്ത് അത് ഉള്ളിൽ മനസ്സിൽ കൊണ്ടുവന്ന് മനനം ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിയിൽ കൊണ്ടുവന്ന് നമ്മുടെ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് അത് പ്രയോജനപ്പെടുത്തി അത് ഉപയോഗിച്ചാണ് നമ്മൾ കാര്യങ്ങൾ നേടിയെടുക്കുന്നത് ഭൗതിക ലോകത്തിൽ. ഇത് ഭൗതിക ലോകത്തേക്ക് ഇത് ഓക്കെയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാകട്ടെ, അതിനുശേഷം കോളേജിലോ പഠിക്കുമ്പോഴോ, ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോഴോ, മറ്റ് ജീവിത സാഹചര്യങ്ങളിൽ ഇടപെടുമ്പോഴോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇന്ദ്രിയങ്ങളും മനസ്സും നമ്മുടെ ബുദ്ധിയും. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും പ്രയോജനപ്പെടുത്തുന്നതും ഒക്കെ എങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആന്തരിക ലോകത്ത് വരുമ്പോൾ, ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോൾ, അതിന് ഇതേ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തില്ല. കാരണം അവിടുത്തെ ലക്ഷ്യം വേറെയാണ്. ഇവിടുത്തെ ലക്ഷ്യം ഭൗതിക ലോകത്തുള്ള ലക്ഷ്യങ്ങളാണ്. അവിടെ ആന്തരിക ലോകത്തുള്ള ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സോഴ്സിലേക്ക് പോകാനുള്ള ശ്രമമാണ് ആധ്യാത്മിക തലത്തിൽ ധ്യാനം കൊണ്ടും മറ്റു പരിശീലനങ്ങൾ കൊണ്ടും നമ്മൾ ശ്രമിക്കുന്നത്. ഈ സോഴ്സിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം, നമ്മൾ ഇതേ മെത്തേഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുക, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് മനസ്സിലിട്ട് അതൊന്ന് അപഗ്രഥിച്ച് നോക്കുക, ബുദ്ധിയിലേക്ക് പ്രവേശിപ്പിക്കുക, എന്നിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക, ഇതിൽ മുന്നേറാൻ ശ്രമിക്കുക, ഇതിൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യണത്. ഇതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം എന്ന് പറയണത്, നമ്മൾ പലപ്പോഴും നമ്മൾ പുറം ലോകത്ത് പോയിട്ട് ഓപ്പൺ ഹൗസസ് നടത്തി പബ്ലിക്കിനെ, പൊതുസമൂഹത്തിൽ നിന്ന് ആളുകളെ വിളിച്ച് ആധ്യാത്മികതയെക്കുറിച്ച് നമ്മൾ പറയും. സിറ്റിങ്ങും കൊടുക്കും ആദ്യം. അപ്പോൾ സിറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് അതിൽ പലർക്കും നല്ല അനുഭവങ്ങളാണ്. പലരും പറയുന്നത് ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പലരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കുറയുന്നു. അവരിതിലേക്ക് പിന്നെ കൂടുതൽ വരുന്നില്ല, കുറച്ച് വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്ന് നോക്കിയപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പഠന രീതിയാണ്. അവിടെയും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കണേ. നമ്മൾ കാര്യങ്ങൾ ആരെങ്കിലും പറയും, അത് കേൾക്കും, അത് നമ്മൾ മനസ്സിലിട്ട് ആലോചിച്ച് നോക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥങ്ങൾ കണ്ടുപിടിക്കും, പിന്നെ അത് ബുദ്ധിയിൽ കൊണ്ടുവരും, കൂടുതൽ അപഗ്രഥിച്ച് നോക്കും. പക്ഷെ ഇതുകൊണ്ടൊന്നും അല്ല അവർക്ക് അനുഭവം കിട്ടിയത് അന്ന് കിട്ടിയ ട്രാൻസ്മിഷൻ വഴിക്ക് അവർ നേടിയിട്ടുള്ള അനുഭവങ്ങളാണ് അവർക്ക് ആസ്വാദകരമായിട്ട് അവർക്ക് തോന്നിയത്. പക്ഷെ അതിന് ശേഷം വീണ്ടും അതിൽ കൂടുതൽ ആഴത്തിലേക്ക് അവർ പോകാൻ ശ്രമിക്കുമ്പോൾ ഇതേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപകരണങ്ങൾ തന്നെ അവിടെ ഉപയോഗിക്കുമ്പോൾ ഇത് അവിടെ കൊണ്ട് എത്തിക്കില്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ
ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്കാണ് മാസ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരു ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഈ ഹോപ്പിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലല്ല കാര്യങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ആദ്യം സിറ്റിംഗ് ആണ്. സിറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മളോട് ആ മെഡിറ്റേറ്റീവ് കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യാൻ പറയുകയാണ്. ഈ മെഡിറ്റേറ്റീവ് കണ്ടീഷൻ റീറ്റെയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻ സോഴ്സുമായിട്ടുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വ്യാപ്തി തന്നെ വേറെയാണ്, അതിൻ്റെ ഒരു മാനം തന്നെ വേറെയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോപ്പ് പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ നമ്മൾ കണ്ടത്, അതിൽ ഹോപ്പിൽ പ്രോഗ്രാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള പലർക്കും അറിയാം, ഒരു വർക്ക് ബുക്ക് മാതിരി ഒന്ന് തരികയാണ്. അതിൽ 13 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങൾ ഓരോന്നും ഓരോ നമ്മുടെ ഹാർട്ട്ഫുൾനെസ് കോൺസെപ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുക. അതിലെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാസേജ് തരും. നമ്മുടെ എന്താ പറയുക, സ്പിരിച്വൽ ലിറ്ററേച്ചർ, മാസ്റ്റേഴ്സിൻ്റെ ലിറ്ററേച്ചറിൽ നിന്ന് എടുത്തിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ നമ്മൾ മനനം ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചിലത് പറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളെ വന്നിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കി തരാനുള്ള ശ്രമമാണ് ഹോപ്പ് പ്രോഗ്രാമിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സൂക്ഷ്മതലത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട്, സോഴ്സുമായിട്ടുള്ള കണക്ഷൻ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിർദ്ദേശം തരുന്നത് നിങ്ങൾ ഈ പാസേജ് വായിച്ചു കഴിഞ്ഞാൽ ആ പാസേജിൽ നിന്നുള്ള ഒരു ഉത്തരമല്ല നമ്മൾ പ്രതീക്ഷിക്കണം. അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നു അതാണ് നമ്മളവിടെ പറയേണ്ടത്. അപ്പോൾ ഇത് വായിച്ചു കഴിയുമ്പോൾ ഓരോരോ ഗ്രൂപ്പായിട്ട് പിരിക്കുകയാണ് ചെയ്യുന്നത്. 5 പേര് 6 പേരിലൊരു ഗ്രൂപ്പായിട്ട് ഒരു SDG ഷോർട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇരുത്തിയിട്ടാണ് ഇത് നടക്കുക. അപ്പോൾ ആ പ്രധാനപ്പെട്ട സംഗതികൾ നടക്കുന്നത് ഈ ഷോർട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിലാണ്. അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പാസേജ് നല്ലപോലെ അവയർനെസ്സോടുകൂടി വായിക്കുക, ശ്രദ്ധ ചെലുത്തി വായിക്കുക. വായിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ പാസേജ് വായിക്കുമ്പോൾ പാസേജിലുള്ള കാര്യങ്ങളല്ല അതിൽ എഴുതേണ്ടത്. അത് വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായി, ഏത് തരത്തിലുള്ള വികാരങ്ങൾ വന്നു, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഉത്തരങ്ങൾ വന്നു, ഇത് എഴുതുക. എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എല്ലാവരും കൂടെ. അപ്പോൾ അതിലുള്ളൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ പാസേജ് വായിക്കുകയാണ് ഇവർ. ഒരേ പാസേജ് വായിച്ചിട്ട് ഒരു ഗ്രൂപ്പിൽ 6 പേരുണ്ടെങ്കിൽ 6 പേരും എഴുതുന്നത് 6 തരത്തിലുള്ള ഉത്തരമായിരിക്കും. 6 പേർക്കും അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ 6 തരത്തിലായിരിക്കും. അതൊരു അത്ഭുതമായിരുന്നു. കാരണം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യാത്ര, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോഴ്സിലേക്കാണ്, സെൻറ്ററിലേക്കാണ്, നമ്മുടെ കേന്ദ്രത്തിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഈ കേന്ദ്രം എന്ന് പറയണത്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്പേസ് എന്ന് പറഞ്ഞ് ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ്, ഒരു അസ്തിത്വമാണിത്. അപ്പം അതിനെ നമ്മൾ വിവരിക്കാൻ ശ്രമിച്ചാൽ, പണ്ട് നമ്മൾ പറയില്ലേ, അന്ധൻ ആനയെ കണ്ട മാതിരി എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി ഓരോരോ മൂലയ്ക്ക് ഓരോന്നാണ് നമ്മൾ ഓരോരുത്തരും കാണുന്നത് മെഡിറ്റേഷനിൽ ഇരിക്കുമ്പോൾ. കാരണം ഇത് അത്ര ബൃഹത്തായിട്ടുള്ളൊരു സംഗതിയാണ്, നമ്മുടെ ഉള്ളിൽ അടങ്ങണ ഒരു സംഗതിയല്ല ഈ സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കേന്ദ്രം എന്ന് പറയുന്നത്, സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഓരോരുത്തരും കാണുന്ന സമയത്ത് ഓരോ തരത്തിലുള്ള ഭാവങ്ങളും ഓരോ തരത്തിലുള്ള അനുഭവങ്ങളും വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുകയാണ് ആ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ. എന്ന് തന്നെയല്ല, ആ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോഗ്രാമിന് പ്രത്യേകിച്ച് ഓഫ്ലൈൻ പ്രോഗ്രാം, മലമ്പുഴയിലാണ് നമ്മുടെ പ്രോഗ്രാം നടത്തിയത്. അവിടെ കൊടുക്കുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 5 ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലും ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളുടെ ഉള്ളിൽ വരാതെ ശ്രദ്ധിക്കുക. വളരെ പരിശുദ്ധമായിട്ടുള്ള ദൈവികമായിട്ടുള്ള മാസ്റ്ററോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഭാവം, ഒരു ഫീലിംഗ് മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ വയ്ക്കാൻ പാടുള്ളൂ. ഈ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴും ശരി, പുറത്തു പോകുമ്പോഴും ശരി, അവിടെ ജീവിക്കുമ്പോഴും ശരി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവിടെ. അങ്ങനത്തെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് കഴിയുമ്പോൾ ആ വൈബ്രേഷൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് ഈ സോഴ്സിലേക്കുള്ള കണക്ഷൻ വളരെ വളരെ വ്യക്തമായിട്ട് കിട്ടുകയാണ്. നമുക്കതിന് പലപ്പോഴും ഞാൻ എത്രയോ കൊല്ലം പ്രാക്ടീസ് ചെയ്ത്, എനിക്ക് ആ ഒരു ഇതിൽ 40 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ഹോപ്പ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അതുവരെയ്ക്കും അനുഭവിക്കാത്ത, കിട്ടാത്ത ഉത്തരങ്ങളാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ഇതാണോ മാസ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എങ്ങനെയാണോ മാസ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ ഉത്തരങ്ങളാണ് വരണത്. ഇതിന് ആഴത്തിൽ നമ്മുടെ പദ്ധതി, നമ്മുടെ ഈ സിസ്റ്റം ആഴത്തിലേക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഹോപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത, ഇതാണ്. അപ്പോൾ നമ്മൾ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട്, ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, വേറെ ഒരു തരത്തിലുള്ള അപാകതകളും ഒരു തരത്തിലുള്ള മറ്റ് ആവശ്യമില്ലാത്ത ചിന്തകളും ഉള്ളിൽ വരാതെ ഒരാഴ്ച അവിടെ താമസിച്ച് ഈ ഒരു ഫോക്കസോടുകൂടി നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ
കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത് എത്രയോ കൊല്ലങ്ങൾ നമ്മൾ ചെയ്താൽ ഒരു പക്ഷേ കിട്ടാത്തൊരു സംഗതിയാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ അനുഭവം, അവിടെ നടത്തിയ പ്രോഗ്രാമിൽ നിന്നുള്ള അനുഭവം.